അതെ, ഞണ്ട് കറി ഉണ്ടായാൽ രണ്ട് കറി വേണ്ട എന്നുള്ളൊരു ചൊല്ലുണ്ടെങ്കിലും ഞണ്ട് കണ്ടാൽ പോലും അത് വാങ്ങിക്കഴിക്കില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണല്ലേ. ഇതിൻ്റെ കാരണം അത് കുക്ക് ചെയ്യാൻ അറിയുന്നില്ല എന്നുള്ളതിലുപരി അത് കട്ട് ചെയ്യാൻ അറിയില്ല എന്നുള്ളതല്ലേ. അപ്പോൾ ഇന്ന് ആ പ്രശ്നത്തിനൊരു സൊല്യൂഷനായി. ഞണ്ട് കണ്ടാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അത് കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ്. മീനിനേക്കാളും എളുപ്പമാണ് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇത് കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞണ്ട് കണ്ടാൽ നിങ്ങൾ വാങ്ങാതെ പോല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി. ആദ്യം തന്നെ ഈ ഞണ്ടിൻ്റെ അടിഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇറുക്കണ ഈ രണ്ട് വലിയ കാലും പിന്നെ കുറേ കുഞ്ഞു കൈകളോ ചിറകോ എന്ത് വേണമെങ്കിലും അതിന് പറഞ്ഞോളി. ഇതിൽ എല്ലാ സാധനവും എടുക്കുക. ഈ തോട് ഒഴിച്ചിട്ട് ആ ബാക്കിയുള്ള അങ്ങനെ ഒരു കറുപ്പ് കളറിൽ രണ്ട് സൈഡിലും കാണില്ലേ, ഇതൊക്കെ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം എടുക്കട്ടോ. അപ്പോൾ ഇതാ കാലൊക്കെ ഞാൻ ഈ പിഴുതെടുത്തിട്ട് കാമ്പ് മാത്രം ഞാൻ അതെന്താ സാധനം എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ പിഴുതെടുത്ത് അവിടെ കിടക്കട്ടെ. നമ്മൾ കഴിക്കുന്ന കാമ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചിരണ്ടി കളഞ്ഞാൽ കാണുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് നമുക്ക് വേണമെങ്കിൽ നടു കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കി എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് ഒറ്റ പീസാക്കി ഒറ്റ ഞണ്ടാക്കിയിട്ട് അത് കഴിക്കട്ടോ. ഇതാണ് നമ്മളെ കാമ്പ് ഭാഗം. ഇനി ഇത് ഈ കാലിൻ്റെ ഈ ഒരു ഇറുക്കണ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ചിലരൊക്കെ ഒഴിവാക്കും, ഞാൻ അത് ഒഴിവാക്കലില്ല. ഇതിൻ്റെ ആ ഒരു കൂർത്ത ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് നമുക്ക് ആ ഞണ്ട് ഫ്രൈയിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറേ സാധനങ്ങളൊക്കെ കടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുമ്പോൾ രസമല്ലേ. അപ്പം ഞണ്ട് മുറിക്കുന്ന ആ ഒരു പ്രൊസീജിയർ ഇങ്ങനെയല്ല കേട്ടോ. ഫസ്റ്റ് തന്നെ കാലൊക്കെ കംപ്ലീറ്റ് പിഴുതെടുക്കുകയാണ്, എല്ലാ സാധനവും പിഴുതെടുക്കുകയാണ്. അപ്പം ഇതൊക്കെ ഇതിൻ്റെ മേലെ തന്നെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്, കാരണം അങ്ങനെ പിഴുതെടുത്താൽ മതിയല്ലോ. ഒറ്റ കട്ടിങ് ഒറ്റ പിഴുതെടുക്കലും മതി. പിന്നെ കത്തിൻ്റെ ഈ ഒരു ചെണ്ടുകൊണ്ട് ഈ ഒരു ഭാഗം അങ്ങനെ മുടന്തി എടുക്കുക. അപ്പോൾ ആ തോട് കംപ്ലീറ്റ് ഇങ്ങനെ അങ്ങോട്ട് പോരും. എന്നിട്ട് നമ്മൾ ഉൾഭാഗമൊക്കെ കത്തി വെച്ചതിന് ചുരണ്ടി ക്ലീൻ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ ഈ കുറേ ഈ ഓറഞ്ച് കളർ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് കത്തി കൊണ്ട് പോകണേക്കാളും നല്ലത് നമ്മൾ പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ആ വെള്ളം മൈമക്ക് ശക്തിയായി അടിക്കുമ്പോഴാണ് അത് ക്ലിയറായിട്ട് പോയി കിട്ടുക. അത് നമുക്ക് കഴുകുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ പോകും. ഇപ്പം ഈ തോടുകളൊക്കെ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഫസ്റ്റ് മെയിൻ കാലുണ്ടെങ്കിൽ ആ ഇറുക്കണ കാലുണ്ടെങ്കിൽ അത് പിഴുത് കൊടുക്കുക. ചില ഞണ്ടിന് അതൊന്നും വാങ്ങുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ കൈകളൊക്കെ അതിൻ്റെ അറ്റം മുറിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ കത്തി കൊണ്ട് ഈ ഒരു സാധനം ഇങ്ങനെ അമ്പി കിടക്കുന്നത് ഇങ്ങനെ മുടന്തി എടുക്കുക. എന്നിട്ട് അതിങ്ങനെ മുടന്തി എടുക്കുമ്പോൾ തന്നെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പറിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു തോട് കയ്യിൽ പോരും. ഇത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ അവസ്ഥ കണ്ടാൽ നമുക്ക് ചെറിയൊരു അറപ്പൊക്കെ തോന്നുമെങ്കിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പൊളിയാണ് കേട്ടോ. പിന്നെ എല്ലാ ഞണ്ടും ഇതേപോലെ ഒന്നും ആവില്ല. ഈ ഞണ്ട് വലിയൊരു വൃത്തിയില്ലാത്തൊരു ഞണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും സംഗതി നമുക്ക് എളുപ്പമാണ്, പൊളിക്കുക എത്ര പണിയുള്ളൂ. ഫസ്റ്റ് ഇതിനൊക്കെ ഇറുക്കണ കാലുണ്ട്, ആ കാലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ അറ്റമൊക്കെ മുറിച്ച് എല്ലാ കൈകളും ഇതേപോലെ കരിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കത്തി കൊണ്ട് മുടന്തി എടുത്തിട്ട് ഇതേപോലെ ഈ പ്രൊസീജിയറാണ് കേട്ടോ. അപ്പോൾ സംഭവം എളുപ്പമാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര എളുപ്പമെന്നുള്ളത്. ഇതിൻ്റെ ഈ ഒരു വേസ്റ്റ് ഒന്നും ഒഴിവാക്കാണ്ട് ഇപ്പോൾ ഒഴിവാക്കേണ്ട, അതൊക്കെ കഴുകുന്ന സമയത്ത് തന്നാലെ പോവും. പിന്നെ നിങ്ങൾക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കട്ടിയിലൊന്ന് വെട്ടി കൊടുക്കേണ്ടി വരും. ഒന്ന് ശക്തമായി അടിച്ചാലേ ആ ഒരു ഇറുക്കണ ഭാഗത്തുള്ള ആ ഒരു സാധനം പോവുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പം ചിലരുണ്ടാവും ഞണ്ട് കഴിച്ചും കൂടി നോക്കാതെ ഞണ്ട് എനിക്കിഷ്ടമല്ല എന്ന് പറയണത്. ഒരു വട്ടം തന്നെയെങ്കിലും നിങ്ങളൊന്ന് ഞണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഈ സാധനങ്ങൾ കഴിക്കേണ്ട എന്നുള്ള തീരുമാനം എടുത്താൽ മതി കേട്ടോ. ഒറ്റ ജീവിതത്തിലേ ഉള്ളൂ. ഇതിൻ്റെ ടേസ്റ്റൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അറിയാം. അപ്പം ചിലർക്ക് ചില ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഒന്ന് കഴിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് തന്നെ പറയാം. ഇത്ര എളുപ്പമാണ് ഈ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതെങ്ങനെ കുക്ക് ചെയ്യാന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നൊരു വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ അതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ അത്. അപ്പോൾ ആ ഇറുക്കുന്ന കാലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഈ കാമ്പ് പോർഷനൊക്കെ ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നടു കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഞണ്ട് ഈ ഒരു ഷേപ്പിലുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ ഞണ്ട് ആയിട്ട് അതും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെയാണ് നമ്മൾ ഞണ്ട് ഫ്രൈ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് നടു കൂടെ കട്ട് ചെയ്യാതെ വെക്കുന്നതായിരിക്കും ഒന്നുകൂടി ഭംഗി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്കതൊരു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ അത് എനിക്കൊരു സന്തോഷം കേട്ടോ. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ.